എൻ്റെ പേര് മിനി സാബു. ഞാൻ പിറവത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 18 ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് മൂന്നാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ മോള് ഐശ്വര്യ സാബു. മോൾക്ക് 1 മാസത്തിലേറെ വയറുവേദനയായിരുന്നു. ഫെബ്രുവരി മാസം 2024 പല ഡോക്ടേഴ്സിനെ കാണിക്കുകയും പല മരുന്നുകൾ കഴിക്കുകയും ചെയ്ത താൽക്കാലിക ശമനം മാത്രമാണ് ലഭിച്ചത്. ലാസ്റ്റ് 5 ദിവസം കൊലഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ആൻട്രൽ ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതുമൂലം മോൾക്ക് വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് ഉരുളുക, അതുപോലെ കഠിനമായ വയറുവേദന. ആഹാരം ഒന്നും കഴിക്കാൻ വയ്യ. എന്താഹാരം കഴിച്ചാലും അതിന് ശേഷം വയറുവേദനയാണ്. മോള് BSc നേഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, കോയമ്പത്തൂർ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് വയറുവേദന കൂടുതലായപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റാക്കി 5 ദിവസം കിടന്ന് പിറ്റേ ദിവസം ഡിസ്ചാർജായി പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന കിട്ടുകയും സൈത്ത് വയറിന്മേൽ പുരട്ടാൻ തരികയും ചെയ്തു. അത് പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൽ പിന്നെ ഇതുവരെ മോൾക്ക് ഇന്ന് 8 മാസമായി. മോൾക്ക് ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല. മരുന്നൊന്നുമില്ല. പിന്നെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല മോള്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മോൾക്ക് ഈ അസുഖം വന്നതിന് ശേഷം അവിടെ തമിഴ്നാട്ടിലാണ് മോള് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റലിലെ ഫുഡിലെല്ലാം ഭയങ്കര എരിവ് മസാലയൊക്കെയാണ്. മോൾക്കത് കഴിക്കുമ്പോൾ വയറിൽ അസ്വസ്ഥതയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കത്തില്ല. അപ്പം ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചോ, ഞാൻ ഉടമ്പടിയിലാണല്ലോ, അമ്മ സഞ്ചാരി മാതാവല്ലേ, മാതാവ് തന്നെ അവിടെ ചെന്ന് അവരുടെ മനസ്സ് മാറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ എനിക്ക് കോൾ ചെയ്തു ഒരു ഫോട്ടോ ഇട്ട് തന്നു. മോളുടെ ഹോസ്റ്റലിൽ മഴവില്ലിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ സാന്നിധ്യം മോളുടെ കൂടെയുണ്ട്, ഇനി മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവെല്ലാം കാത്തുകൊള്ളും, മാതാവിനോട് എല്ലാ കാര്യങ്ങളും മോള് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആ ഫോട്ടോ ഞാനിവിടെ സിസ്റ്റേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് മോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മേ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, ഹോസ്റ്റലിൽ ഇപ്പോൾ ഒരു എരിവോ മസാലയോ ഒന്നുമില്ല, ഫുഡെല്ലാം നോർമലായി, എനിക്ക് എല്ലാ ഫുഡും കഴിക്കാൻ സാധിക്കുന്നുണ്ട്, എരിവില്ല. അത് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച അമ്മ എന്നും പറഞ്ഞ് മോൾ എനിക്ക് കോൾ ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോസഫ് അച്ഛനെ രണ്ടാമത് സ്വപ്നത്തെ ദർശിക്കാനായിട്ട് സാധിച്ചു. ഞാൻ എന്നും ജോസഫ് അച്ഛന് വേണ്ടി ജപമാല ചെല്ലുമ്പോൾ ഒരു നിയോഗം കൃപാസനത്തിലും ജോസഫ് അച്ഛനും വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ്. ഈ വർഷത്തെ ജപമാല റാലിക്ക് ശേഷം പിറ്റേ ദിവസം ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, ജപമാല റാലി എല്ലാ വർഷവും ഇതുപോലെ നടന്നുകൊണ്ടിരിക്കും, ഞാൻ മരിച്ചാലും ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ്റെ ദീർഘായുസ്സിന് വേണ്ടി. അന്ന് രാത്രിയിൽ എനിക്ക് സ്വപ്നത്തിൽ വന്നു, ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഒരു റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവരെല്ലാം ഉറങ്ങിപ്പോയി, ഞാൻ മാത്രം എഴുന്നേറ്റിരുന്നു. അപ്പം ജനലിക്ക് വേറെ ഒരു റൂമിൽ വന്ന് നിന്ന് അച്ഛനിങ്ങനെ നോക്കി, ഗ്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് എന്നോടിങ്ങനെ കൈയും കണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമെത്രേ. അന്നേരം എന്നെ തലകുലുക്കി എന്നോട് പറഞ്ഞു, നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വതസിദ്ധമായ ശൈലിയിൽ അച്ഛൻ ചിരിച്ചിട്ട് അവിടുന്ന് കടന്നുപോയി. അങ്ങനെ രണ്ടാമതും അച്ഛനെ എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഇവിടുന്ന് കിട്ടുന്ന കൃപാസനം പത്രം കൂടുതലും ഹിന്ദുക്കളുടെ ഇടയ്ക്കാണ് ഞാൻ കൊടുക്കാറ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും, അത്ര ഹിന്ദുക്കളുടെ കൂടെ കയ്യിലാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇവയെല്ലാം ഷെയർ ചെയ്യും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു അനാഥശാലയുണ്ട്.
അവിടെ ഈ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് താമസിച്ചിരിക്കുന്നത്. എല്ലാ മാസവും ആ കുഞ്ഞുങ്ങളുടെ ഇരിക്കെ പോകും, അവർക്ക് വേണ്ട ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ഈ മാസം അവർക്ക് ആഹാരത്തിനുള്ള അരിയാണ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തത്. അങ്ങനെ ഓരോ കാരുണ്യപ്രവൃത്തി എല്ലാ മാസവും ഞാൻ ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാ മാസവും വരുന്നുണ്ട്. ഞാൻ ഒരു മാസം പോലും മുടക്കാറില്ല. ഇവിടെ വന്ന് പത്രം മേടിച്ച് ഞാനിപ്പോൾ 6ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത്. എല്ലാ മാസവും വന്ന് പത്രം മേടിച്ച് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ 2 നേരം പ്രാർത്ഥന ഇല്ലായിരുന്നു. ഇപ്പം 2 നേരം പ്രാർത്ഥന, രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ജപമാല ചെല്ലാതെ എൻ്റെ ജീവിതമില്ല. എൻ്റെ ജീവിതത്തിൽ ജപമാല എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ജീവനാണ്, ശ്വാസമാണ്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എനിക്ക് ജപമാല എന്തെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു പുസ്തകം മേടിച്ചുകൊണ്ട് പോയി ഞാനത് പഠിച്ച് ഇപ്പോൾ ഞാൻ ജപമാല എന്നും ചെല്ലും. എനിക്കെന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ അഖണ്ഡ ജപമാല തന്നെ ചെല്ലും. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചെല്ലുന്ന ഇന്നേ ദിവസം തന്നെ എനിക്ക് ഇവിടെ വന്ന് ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധി വന്ന് സാക്ഷ്യം പറയാനായിട്ട് അവസരം ലഭിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എബ്രായർക്കുള്ള ലേഖനം 12:28 സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോടെ സമർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെയാണ് സുസ്ഥിരമായ ഒരു രാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ ഉടമ്പടി എടുത്ത ഓരോ മക്കളെയും ദൈവം ഒരുക്കുന്നത്, അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കുന്നത്, നാം എങ്ങനെയാണ് കൂടുതൽ ബോധ്യങ്ങളൊക്കെ ഉള്ളവരാകുന്നത്. ഇത്രയും നാളും ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിതം പോലെ അല്ല. ഇങ്ങനെ പോയാൽ പോരാ, ഞാൻ ഉടമ്പടി എടുത്ത മകളാണ് അല്ലെങ്കിൽ മകനാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ കാണണം, ദൈവത്തെ നേടണം. ഈ ഒരു ചിന്ത തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് സഹായമാകുവാനും ഈശോയെ പ്രഘോഷിക്കുന്നവരാകുവാൻ കൃപാസന പത്രമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് കർത്താവിന് കൂടുതൽ സാക്ഷ്യം വഹിക്കുവാനൊക്കെ ഓരോ വ്യക്തികൾക്ക് തോന്നുന്നത് ഈ മകളുടെ ഉടമ്പടി അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പരിപൂർണമായിട്ട് ഇപ്പോൾ സൗഖ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ, അതായത് മകൾക്ക് വേണ്ടി അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്കതെങ്ങനെ ഹോസ്റ്റലിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. അങ്ങനെ ഇന്ന് അമ്മയെ 2004 ഡിസംബർ 7 ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനാണ് അമ്മയെ അനുഭവിച്ചതെങ്കിൽ, അമ്മയുടെ അനുഭവം ദൈവാനുഭവം ഉണ്ടായതെങ്കിൽ ഇന്ന് ഉടമ്പടി എടുത്ത ഓരോ കുടുംബത്തിലേക്ക്, ഓരോ വ്യക്തികളിലേക്ക് അമ്മയുടെ സാന്നിധ്യം ഇടതടവില്ലാതെ കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.